ഹലോ മക്കളെ, വെൽക്കം ടു മെൻസിൽ. ഇന്ന് ക്ലാസ് ഒന്നുമല്ല, ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. കുറേ അധികം കുട്ടികൾ ടെൻസ്ഡ് ആണ് എക്സാമിനെ പറ്റിയിട്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കുറേ കുട്ടികൾ പറഞ്ഞിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ഐഡിയ എക്സാമിനെ പറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഞാൻ പല ക്ലാസ്സുകളിലും ഏകദേശം ഒരു രാവിലെ മുതൽ രാത്രി വരെ ഓഫ്ലൈൻ ക്ലാസ്സസിൽ എടുക്കുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞ് പല ബാച്ചുകളിൽ നിന്നായിട്ടും കുട്ടികൾ പറഞ്ഞൊരു കൺസേൺ എന്താ വെച്ച് കഴിഞ്ഞാല് പഠിച്ചത് തലയിൽ കയറുന്നില്ല, അല്ലെങ്കിൽ ഇനി ആകെയുള്ളത് ഏകദേശം 39 ദിവസങ്ങളാണ് എക്സാമിനുള്ളത്. കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 39 ഇല്ല. സോ അവിടെ നമ്മള് 39 to 40 ദിവസങ്ങൾ കുട്ടിക്ക് 39. അപ്പൊ ഇതില് ഏകദേശം മോഡൽ എക്സാമിന് ഒരു 6 ദിവസം കൂട്ടണം. 6 ദിവസം പോയി കഴിഞ്ഞു. പിന്നെ ഒരു IT എക്സാമിന് 2 ദിവസം കൂട്ടണം. അങ്ങനെ ഒരു എക്സാം ആണെങ്കിൽ തലേന്നും പഠിക്കണം. അപ്പൊ അങ്ങനെ അതൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 ദിവസമാണ് റൗണ്ട് ഫിഗർ ആയിട്ട് ഉണ്ടാകുക. 29-30 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോടെ അല്ലാന്നുണ്ടെങ്കിൽ പാളാൻ ചാൻസ് ഉണ്ട്. കാരണം കൂടി പറഞ്ഞുതരാം. ഏകദേശം 90ന്റെ മേലെ ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി. 90 കൂട്ടിയാൽ തന്നെ, ഏറ്റവും മിനിമം ആയിട്ട് 90 കൂട്ടിയാൽ തന്നെ 30 ദിവസം കൊണ്ട് 90 ചാപ്റ്റർ കൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഏകദേശം ഒരു ദിവസം തന്നെ 3 ചാപ്റ്ററെങ്കിലും തീർക്കുന്ന രീതിയിൽ ഓടണം. ആ ഓട്ടം ആര് ഓടിയെത്തുന്നോ അവനെ ഏകദേശം 30 ദിവസം തീരുന്ന സമയത്ത് എല്ലാ ചാപ്റ്ററുകളിലൂടെയും കടന്നു പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ചെറിയ സ്ട്രാറ്റജീസ് ആണ് പറഞ്ഞിരുന്നത്. ഞാൻ എന്റെ +2 കാലഘട്ടത്തിൽ ഏകദേശം ക്രിസ്മസ് എക്സാമിനൊക്കെ ജസ്റ്റ് പാസ്സല്ല എടുത്തുനിന്ന് 98.25% എന്റെ മാർക്കിനെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് 1.5 മാസം ഞാൻ ചെയ്ത സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആദ്യം തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് കാണാതെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ ഓർമ്മ ശക്തി കുറവാ. അതുകൊണ്ടാണ് മാത്സിനോട് കൂടുതൽ ഇഷ്ടം. മാത്സ് ആകുമ്പോൾ പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് മാത്സിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. മാത്സ് ആകുമ്പോൾ കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ഇക്വേഷൻ 1-2 ഇക്വേഷൻ ഉണ്ടാവുന്നല്ലാതെ അതിന്റെ അപ്പുറത്ത് കഥ അറിയുന്ന ഒരു കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഇക്വേഷൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തന്നെ വയ്ക്കും, ഇതിന്റെ കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ മാത്തമാറ്റിക്സ് സെലക്ട് ചെയ്യുന്നത്, കാണാതെ പഠിക്കാനുള്ള മടി കൊണ്ട്. പക്ഷെ ഞാൻ ആ സമയത്തും ബാക്കിയുള്ള ബയോളജിക്കൊക്കെ മാർക്ക് വാങ്ങിയിരുന്നത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയിലൂടെ ആയിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല. എന്റെ വീട്ടിലെ A4 ഷീറ്റ് ഉണ്ടാവും. ഞാൻ പല ട്യൂഷൻ സെന്ററിലും കുട്ടിയോട് പറഞ്ഞു, ഇത് ചിലപ്പോൾ ബോറിംഗ് ആവാം, പക്ഷെ ഞാൻ പറയാം ഇതിന്റെ പുറമെ വേറെ കൃത്യമായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ A4 ഷീറ്റ് ഞാൻ നടുമടക്കുന്നതോടെ A4 ഷീറ്റ് ഏകദേശം ഉള്ളിൽ 2 പോളി പുറത്ത് 2 പോളി, ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയല്ല മടക്കണ്ട്. ഇങ്ങനെയുള്ള A4 ഷീറ്റിന് എങ്ങനെ മടക്കണം. പക്ഷെ 4 പോളിയോ. ഇതിൽ ഞാൻ ചെയ്തിരുന്നത് ഒരു ചാപ്റ്ററിന്റെ ക്ലാസ് യൂട്യൂബിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ക്ലാസ്സസ് കാണും. അതേപോലെ തന്നെ അതിന്റെ നോട്ട്സ് ഞാൻ ട്യൂഷൻ കിട്ടിയ നോട്ട്സ് ഉണ്ടാകും, സ്കൂളിൽ നിന്ന് കിട്ടിയ നോട്ട്സ് ഉണ്ടാകും, PDF നോട്ടുകൾ ഉണ്ടാകും. ഇതൊക്കെ റെഫർ ചെയ്ത് ഒരു ചാപ്റ്റർ തീർക്കുന്ന സമയത്ത് ഞാൻ എന്താണോ പഠിച്ചത് അതിന്റെ ഓർമ്മയിൽ നിൽക്കൂല എന്നുള്ളത് 100% ഷുവറാ. ഒന്ന് പഠിച്ച് നാളെ മറക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈ കണ്ണടയൊക്കെ തലമ വെച്ച് കണ്ണട തരയുന്ന ആൾക്കാരില്ലേ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഞാൻ. അപ്പൊ ഞാൻ ചെയ്യല്, പഠിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ എഴുതി വെക്കും, ലെക്ചർ നോട്ട് ഉണ്ടാക്കുക. കാരണം ഇഞ്ച ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്. പക്ഷെ ഇഞ്ച ഹാൻഡ് റൈറ്റിംഗ് ഇഞ്ഞക്കാട്ടിൽ നന്നായിട്ട് ആസ്വദിക്കാനോ ഇഞ്ഞക്കാട്ടിൽ നന്നായിട്ട് മനസ്സിലാക്കാനോ പറ്റുന്ന വേറെ ഒരാൾ ഈ ഭൂമിയിലില്ല. 10ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ടീച്ചർ 2 വരെ കോപ്പി വരെ എഴുതിപ്പിച്ചിരുന്നു. പക്ഷെ ആ ഹാൻഡ് റൈറ്റിംഗ് ഇച്ച ഓക്കെയാണ്, ബാക്കിയുള്ള ആൾക്കാർക്കാണ് അത് ഓക്കെ അല്ലാത്തത്. അപ്പൊ ഞാൻ ചെയ്യണത് ഇഞ്ച സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നോട്ട് വായിക്കുന്ന സമയത്ത് ചെറിയ അത് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, ഞാൻ 4 ദിവസം കഴിഞ്ഞാൽ മറക്കുന്നില്ല. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കണ്ടന്റ് പഠിച്ചാൽ, ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ വേഗം അത് നോട്ടാക്കി എഴുതി കുഞ്ഞ പോണ്ട് പറ്റണ ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ കീ പോയിന്റ്സ് ആയിട്ട് ഏറ്റവും ചെറിയ ഹാൻഡ് റൈറ്റിംഗിൽ കുഞ്ഞതാക്കി കുത്തി കൊളിച്ച് എഴുതിക്കും. അതാകുമ്പോ ഏകദേശം ഒരു 3 പേപ്പർ A4 ഷീറ്റിന് കൊണ്ടൊക്കെ ഒരു ചാപ്റ്റർ തരും. +1 +2 ചാപ്റ്റർ പറഞ്ഞ. അപ്പൊ നിങ്ങളെ 10ാമത്തെ ചാപ്റ്റർ അത്രയും വേണ്ട. ഈ ചാപ്റ്റർ ക്ലാസ്സസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് പോസ് ചെയ്ത് കാണുന്ന സമയത്ത് പല ആൾക്കാരും 1 മണിക്കൂറിൽ ഒരു ക്ലാസ് 1 മണിക്കൂറാണ് സ്പീഡിൽ 2x സ്പീഡിൽ ഇടും. 2x സ്പീഡിൽ ഇടുന്ന ഓക്കെയാണ്. പക്ഷെ അത് 30 മിനിറ്റ് കൊണ്ട് തീർത്ത് കാണാൻ പോകും. ഈ തീർത്തപ്പോ ക്ലാസ് കണ്ടത് എന്താന്ന് ഓർമ്മ ഉണ്ടാവില്ല, പഠിച്ചേക്കണോ ചോദിച്ചാലില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം, മാത്സിന്റെ ഒക്കെ ക്ലാസ്സസ് കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ A4 ഷീറ്റുകൾ കൊണ്ടിരിക്കുക. എന്നിട്ട് ഓരോ കാര്യം പറയുമ്പോൾ ലെക്ചർ നോട്ട്, യു ഷുഡ് പ്രിപ്പയർ എ പ്രോപ്പർ ലെക്ചർ നോട്ട്. എന്താണ് നിങ്ങൾ പഠിച്ചെന്നുള്ളതിൽ അപ്പൊ തന്നെ ലെക്ചർ നോട്ട് ചെയ്ത. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു ഒറ്റവട്ടം ഈ സാധനം പോയാൽ മതി. ലെക്ചർ നോട്ട് പറയുമ്പോൾ ഈ ക്ലാസ് ഒക്കെ ഇങ്ങനെ പോസ് ചെയ്ത് കേട്ടോ. 1 മണിക്കൂർ ക്ലാസ് 1.5 മണിക്കൂർ എടുത്തോ. പക്ഷെ ആ 1.5 മണിക്കൂർ വെർത്താണ്.
പല കുട്ടികൾ അരമണിക്കൂർ കൊണ്ട് തീർത്തു എന്നുള്ളത് പേരിന് പറയാന്നല്ലാതെ അവന്റെ മാർക്കിൽ ഇത് കാണൂല. രണ്ടാമട്ടോ മൂന്നാമട്ടോ എക്സാമിന് പഠിക്കണം. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, യു ഷുഡ് പ്രിപ്പയർ എ പ്രോപ്പർ ലെക്ചർ നോട്ട്. ആ ക്ലാസ് കഴിയുന്നതോടെ അല്ലെങ്കിൽ ആ ചാപ്റ്റർ വായിച്ചു കഴിയുന്നതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ലെക്ചർ നോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ആ ചാപ്റ്ററിന്റെ ഞാൻ ആ 3 പേജ് കഴിഞ്ഞാൽ ഞാൻ നേരെ സ്റ്റിക്കി നോട്ട് ഉണ്ടാവും, കളർഫുൾ സ്റ്റിക്കി നോട്ട്. അതിൽ ചാപ്റ്ററിന്റെ പേര് എഴുതി, കെമിസ്ട്രി ചാപ്റ്റർ 14 ഹാലോ ആൽക്കീൻസ്, അങ്ങനെ ഞാൻ റഫായിട്ട് വേണം കേട്ടോ. എന്നിട്ട് അത് നേരെ പിന്നടിക്കും. സ്റ്റാപ്ലെയർ നിർബന്ധം, അല്ലാതെ വെറുതെ പേപ്പർ പറത്തിട്ട് അത് പോകും. സ്റ്റാപ്ലെയർ അടിച്ചു വെക്കും, ഞാൻ സൈഡിൽ വെക്കും. സോ ഓട്ടോമാറ്റിക്കലി ഒരു ചാപ്റ്റർ തീർന്നു. ആ ഒരു ചാപ്റ്റർ നമുക്ക് ഞാൻ നോക്കി ട്യൂഷന്റെ നോട്ട് സ്കൂളത്തെ നോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ച് PDF വായിച്ച് ക്ലാസ്സും കണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചൊരു സാധനം ഉണ്ട്, ഫൈനൽ പ്രൊഡക്റ്റ്. ഇതിന്റെ അത്ര ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാ. ബാക്കി മാത്സിനൊക്കെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണം, ഓക്കെ കുറെ എഴുതേണ്ടി വരും. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഇത് എഫക്റ്റീവാ. മാത്സിലും എഫക്റ്റീവ്, ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക, പ്ലസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെപ്പറേറ്റ് ഫുള്ളായിട്ട് ചെയ്യുക. അതിനൊക്കെ A4 ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നഷ്ടമാണ്. സോ നിങ്ങളൊരു ഷവർമ വാങ്ങണ ഒരു 100 റുപ്യ, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രോസ്റ്റ് കഴിക്കണ അല്ലെങ്കിൽ പൈസ ഒരു ദിവസത്തേക്ക് സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്ന പൈസ ഇതിലേക്ക് സാക്രിഫൈസ് ചെയ്ത് 100 120 നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത A4 വാങ്ങാം, കളർഫുൾ ആയിട്ടുള്ള ഒരു പച്ച ചോപ്പ് പേനയും വാങ്ങാം. ഇത് വാങ്ങിയാൽ മതി. സ്റ്റിക്കി നോട്ട് പറ്റുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്ത്. ഇത് മാക്സിമം പെരക്കാരെ കഷ്ടപ്പെടുത്താതെ നിങ്ങളെ പൈസയും കൊണ്ട് വാങ്ങുക. നിങ്ങളെ പെരുന്നാ പൈസ ഇട്ടിയ പൈസ, നിങ്ങൾ എടുത്തുവെച്ച പൈസ, കുറ്റിയിലുള്ള പൈസയൊക്കെ കൊണ്ട് വാങ്ങുക. അത് വാങ്ങുമ്പോൾ എന്താ അറിയോ, ഒരു ഉറുപ്പ്യക്ക് വരെ വില ഉണ്ടാവും. നമ്മുടെ പാരന്റ്സ് അധ്വാനിച്ച് തരുന്ന പൈസ നിങ്ങള് ചെലവാക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തായിട്ടില്ല ഇതിനെപ്പറ്റി ഒരു കെയർ ചെയ്യൂല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം. പക്ഷെ ഞാൻ അധ്വാനിക്കുന്ന ഒരു പോയിന്റിൽ വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന പൈസ പോകുന്നത് കാണുമ്പോൾ ഉള്ളിലേക്ക് ഒരു പെടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ കുറ്റിയിൽ ഇതാക്കി വെച്ച പൈസ കളഞ്ഞുകാണ്ട് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആകുമ്പോ നിങ്ങൾ 100% കൊടുക്കും. അവിടെ തന്നെ നിങ്ങളെ പഠിക്കാനുള്ള ത്വര വരും. ഓക്കെ ആണല്ലോ. ഞാൻ എപ്പോഴും പറയണതാണ്, പല ആൾക്കാർക്കും നൊരിയും പതിയും മാത്രമേ വരുന്നുള്ളൂ, ത്വര വരുന്നില്ല പഠിക്കാൻ. അപ്പൊ ആ ത്വര വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്താട്ടണം, ഈ പ്രോപ്പർ സ്റ്റഡി പ്ലാന് പക്കയായിട്ട് ലെക്ചർ നോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഒരു ദിവസം ഇപ്പൊ കെമിസ്ട്രി ഇപ്പൊ ഈ 30 ഡിവൈഡ് ചെയ്യേണ്ടത്. കെമിസ്ട്രി ബയോളജിക്ക് അധികം ഒരു 2 ദിവസം കൊടുത്താൽ, കാരണം ബയോളജിക്ക് 4 ദിവസം SSLC പരീക്ഷ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഓരോ പരീക്ഷയ്ക്ക് ഒരു 2 to 3 ദിവസം മാത്രം കൊടുക്കുക. എന്നിട്ട് ഒരു ദിവസം 3 ചാപ്റ്റർ ടാർഗറ്റ് വെക്കുക. ഈ 3 ചാപ്റ്റർ തീർക്കേണ്ടത് നിങ്ങൾ ഡീപ്പായിട്ട് ഇനി പോകാൻ വയ്ക്കൂല. അതിനാണ് ഒരു കൊല്ലങ്ങൾ പഠിച്ച്. ഇനി ചെയ്യേണ്ടത് റിവിഷൻ മൊഡ്യൂളാ. കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക. എക്സാമിന്റെ മറ്റേ പല മെറ്റീരിയൽസ് ഇറങ്ങിയിരിക്കണം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ എക്യുപ്പ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സ്മൈല്, അതേപോലെ തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പത്തരമാറ്റ്, മലപ്പുറത്തിന്റെ വിജയബീരി, പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വിജയശ്രീ, ഇത്ര ഇച്ചറിയുള്ളൂ. കുറെ അധികം വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും ജില്ലാ പഞ്ചായത്തുകളുടെ മെറ്റീരിയൽസ് ഇപ്പൊ അവൈലബിൾ ആണ് ഓൺലൈനിൽ. അത് ഡൗൺലോഡ് ചെയ്യുക എല്ലാ വിഷയത്തിനും. അതേപോലെ തന്നെ SC ആർട്ടിന്റെ 3 സെറ്റ് വീതമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അത് ചെയ്തോ. 40% ക്വസ്റ്റ്യൻസ് ഷുവറാ, 100% ഷുവറാ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. അത് വരും എന്ന് പറഞ്ഞാൽ വരും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഒരു ദിവസം 3 ചാപ്റ്റർ ടാർഗറ്റ് വെക്കുന്ന സമയത്ത് ടാർഗറ്റ് ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ലതാ. ഇപ്പൊ 3 ചാപ്റ്റർ തീർക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം 1 മണിക്കൂർ കൊണ്ട് ഞാൻ തീർക്കണം. ഞാൻ അതിന്റെ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തീർക്കണം ഒരു ചാപ്റ്റർ. ഞാൻ അതിന്റെ ക്ലാസ് കാണുകയാണ്, അല്ലെങ്കിൽ ഞാൻ അതിന്റെ നോട്ട് വായിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എന്തായിട്ടും ലെക്ചർ നോട്ട് ഉണ്ടാക്കും. ലെക്ചർ നോട്ട് ഉണ്ടാകും. ഞാൻ കാണാതെ പഠിച്ചാൽ നിൽക്കില്ല. ഞാൻ എന്താ ചെയ്യാന്നറിയോ, അത് പഠിക്കുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കും, എന്നിട്ട് കാണാതെ പഠിച്ചില്ല, വേഗം ലെക്ചർ നോട്ട് ഉണ്ടാക്കും. ഈ ലെക്ചർ നോട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ലെക്ചർ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി ഇതൊക്കെ ഇങ്ങനെ വെറുതെ നോക്കും. ഒരു 5-10 മിനിറ്റ് ഇതൊക്കെ ഇങ്ങനെ നോക്കിയാണല്ലോ തലേക്ക് ഇങ്ങനെ ഒഴുകി കയറും. ഇത് സീക്രട്ട് കോഡാണ്, ചീറ്റ് കോഡാണ്. അഥവാ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്മസ് എക്സാമിന് ജസ്റ്റ് പാസിൽ നിന്ന് ഫൈനൽ എക്സാമിന് 98.25% അതിൽ തന്നെ ഏകദേശം 21 മാർക്കിൽ 15 ഇംഗ്ലീഷിനൊക്കെ. ഞാനൊരു മലയാളം മീഡിയം സ്റ്റുഡന്റ് ആയിരുന്നു. ബാക്കിയുള്ള 6 മാർക്കാണ് പോയിക്കണത്. ബാക്കിയുള്ള എല്ലാ മാർക്കും ഞാൻ കിട്ടാൻ കാരണം ഞാൻ ഈ 1.5 മാസം ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടാണ്. അല്ലാതെ വെറുതെ കുറെ അധികം എന്താക്കിയിട്ടില്ല, കാണാതെ പഠിച്ചാന്നില്ല. കാരണം എല്ലാവരും ഇഞ്ഞെക്കാട്ടിലും പവറിൽ, ഇഞ്ഞെക്കാട്ടിലും കഴിവുള്ള കുറെ അധികം കുട്ടികൾ ഇഞ്ച മുന്നേ ഓടാൻ തുടങ്ങിയിരിക്കണ്. ഞാൻ ഓലക്കാട്ടിലും ബഹുദൂരം പിന്നില്ല. ഒന്നുകിൽ ഞാൻ ഓലക്കാട്ടിൽ സ്പീഡിൽ ഓടണം. അതിന് ഞാൻ വല്ല എനർജി ഡ്രിങ്കും കുടിച്ച് രാത്രിയും കൂടി ഉറക്കം വെച്ച് 24 മണിക്കൂർ പഠിക്കേണ്ടി വരും. അത് നടക്കൂല. അപ്പൊ ഞാൻ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറുക്ക് വെച്ചെടുക്കണം. ഇങ്ങനെയുള്ള കുറുക്ക് വഴികളാണ് എടുക്കേണ്ടത്. അല്ലാതെ കോപ്പി അടിച്ചാൻ കുറെ ബിറ്റ് ഉണ്ടാക്കി മൈക്രോ പ്രിന്റ് എടുത്ത് പറഞ്ഞ കാര്യമില്ല. മൈക്രോ പ്രിന്റ് എടുക്കാം, ഞാനൊക്കെ എടുക്കാറുണ്ട് മൈക്രോ പ്രിന്റ്. എന്തിനാ വെച്ച് കഴിഞ്ഞാല് കുറെ വലിയ PDF-കളൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ PDF മൈക്രോ പ്രിന്റ് ആക്കി എടുക്കുക. അപ്പൊ ചെലവ് കുറയും. എന്നിട്ട് ഇത് വർക്കൗട്ട് ചെയ്യും. ചെറിയ ഇത് മതി, ഞാൻ കഴിച്ച് കാണാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ.
ഇപ്പൊ ചില ആൾക്കാരൊക്കെ 100-400 പേജുള്ള PDF എല്ലാ പേജ് എടുക്കുമ്പോൾ 400 പേജ് ആവും. എത്ര റുപ്യാവും ആലോചിച്ച് നോക്കി. അപ്പൊ അത് മൈക്രോ പ്രിന്റ് എടുക്കുന്ന സമയത്ത് 400 100 പേജിലേക്ക് ഒതുങ്ങും. അത് സ്റ്റഡി ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോ പ്രിന്റ് എടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ കോപ്പി അടിച്ചാൻ വേണ്ടിയിട്ട് മൈക്രോ പ്രിന്റ് എടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ബിറ്റ് കൊടുക്കാൻ എങ്ങനെ നിങ്ങൾ SLC പരീക്ഷയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ 3 വർഷം ഡീബാറിങ്ങാ. അപ്പൊ ഏതായാലും ഇതൊന്ന് ഫോളോ ചെയ്യാ. കുറെ കുട്ടികള് ഇതാക്കിയിട്ട് ലെക്ചറിനോട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോ വേഗം തീരുന്നുണ്ട് സാറേ ചാപ്റ്റേഴ്സ് എന്നുള്ള പറയുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ അതേപോലെ തന്നെ പറയുന്ന ഒരു കുട്ടി ആവട്ടെ നിങ്ങളും. പിന്നെ ഇത്രയേ ഉള്ളൂ. നമുക്കും ഒരു മാർക്കെങ്കിൽ ഒരു മാർക്ക് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പുള്ളിയെ പ്രസന്റ് ഒരു 10,000 രൂപ സ്കോളർഷിപ്പ് ഉണ്ട്, ജോസഫ് മണ്ടശ്ശേരി സ്കോളർഷിപ്പ്. അപ്പോൾ അതുമൊക്കെ ലക്ഷ്യം നിങ്ങൾ ട്യൂഷൻ ഫീസ് ഒക്കെ ഏകദേശം ഒരു 10,000-12,000 റുപ്യ ഉണ്ടാവും. നിങ്ങൾ ഓഫ്ലൈൻ ട്യൂഷനിൽ പഠിക്കുകയാണെങ്കിൽ അതെന്തായാലും ഉണ്ടാവും. ഞാനും പഠിച്ചപ്പോൾ 8,500 അത്ര. അപ്പൊ അതെന്തായാലും ഉണ്ടാവും. അപ്പൊ ആ പൈസെങ്കിലും പെരക്കാർ ചെലവാക്കിയതല്ലേ, ആ ചെലവാക്കിയ പൈസ ഈ സ്കോളർഷിപ്പ് 10ാം ക്ലാസ് പോകുന്ന ഈ സ്കോളർഷിപ്പ് പോകുന്നത് ആ പൈസ പെരക്കാർക്ക് കൊടുക്കുന്ന ഒരു മൊമെന്റ് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഇമാജിൻ ആ മൊമെന്റ് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിന് പൈസ പെരക്കാർക്ക് റിട്ടേൺ കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രൗഡ് പരിപാടി ഉണ്ടല്ലോ, ആ സാധനം ആലോചിച്ചു. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് പ്രോപ്പർ സ്റ്റഡി പ്ലാൻ അതിന് പോയിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഞാൻ A4 ഷീറ്റിന് അത്രയും പറയാൻ കാരണം ന്യൂസ് പ്രിന്റ് കാണുമ്പോ തന്നെ മൂടൻ പോകും. കുറച്ച് പൈസ കൊടുക്കലെന്താ റിച്ച് ലൈഫ്. അപ്പോ അതുമ്മ A4 കുറച്ച് എടുക്കുക. എന്നിട്ട് ചെയ്യേണ്ട പരിപാടി മാത്തമാറ്റിക്സ് എഴുതുക. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെ എല്ലാ ചാപ്റ്ററിന്റെ പേരും എഴുതുക. ഓരോ കള്ളികളായിട്ട് ചെയ്ത് എന്നിട്ട് ഒരു കള്ളിന്റെ നേരം 4 കോളം വേണം. അതിന്റെ ക്ലാസ്സസ് എന്തെങ്കിലും കണ്ടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ട്യൂഷനിൽ ക്ലാസ് കിട്ടിയെങ്കിൽ നോ പ്രോബ്ലം. അപ്പൊ അത് മതി, ടിക്കിടുക. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ആ ചാപ്റ്റർ വായിച്ച് അല്ലെങ്കിൽ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ടിക്കിടുക. ലെക്ചർ നോട്ട് നിങ്ങളെ എഴുതിയ ലെക്ചർ നോട്ടിലൂടെ നിങ്ങൾ കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ടിക്കിടുക. ഇനി അതിന്റെ റിവിഷൻ കഴിഞ്ഞെങ്കിൽ അടുത്ത ടിക്കറ്റ്. ഒരു 4-5 കളി അങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി തീരുന്നതിനനുസരിച്ച് സാറ്റിസ്ഫാക്ഷൻ കൂടും. ഒരു പകുതി വരെ നിങ്ങൾ സ്വന്തമായിട്ട് പുഷ് ചെയ്യേണ്ടി വരുള്ളൂ. പകുതി തീർന്ന അടുത്ത പകുതി തീർക്കാൻ ഓട്ടോമാറ്റിക്കലി ഒരു പുഷ് വരും, ഉള്ളിന്ന് വരും. അതെന്താ അത് പകുതി തീർന്നു വേഗം അങ്ങോട്ട് വേണ്ട എന്നുള്ള പരിപാടി വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ഓട്ടോ മത്സരത്തിൽ 100 മീറ്ററിലുള്ള ഓട്ടോ മത്സരത്തിൽ 70 മീറ്റർ പിന്നിട്ടപ്പോ മുള്ളുത്തി. അല്ലാന്നുണ്ടെങ്കിൽ ആലോചിച്ചു, ഇപ്പൊ ഒരു 1 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ് അടുത്ത പെട്രോൾ പമ്പ് എത്താൻ 5 കിലോമീറ്റർ ഉണ്ട് കരുതിക്കോ. ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞൊരു 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എണ്ണ ഞങ്ങൾ തിരിച്ചു പോവല്ലേ ചെയ്യുക, അടുത്ത 2 കിലോമീറ്റർ കൂടി ഉന്തിന്റെ അപ്പുറത്തേക്ക് എത്തിച്ച് ഒരു പകുതി വരെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാവും. ത്വര അല്ലെങ്കിൽ ആ സാധനം വരും. അപ്പോ ഇവിടെ നിങ്ങൾ അധികം യൂസ് ചെയ്യേണ്ടത്. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് കുറേ കാണാതിരിച്ചിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ അത് ഇന്റെ മാത്രം ഒപ്പീനിയനാ, ഈ ലേറ്റ് നൈറ്റ് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ട്. ഞാനൊക്കെ ലേറ്റ് നൈറ്റ് പഠിക്കുക. രാത്രി ഇരിക്കും. രാത്രിയൊക്കെ നമ്മൾ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി ഈ വട്ടർ ഉണ്ടല്ലോ, ഈ വട്ടറിലൊക്കെ വെള്ളം നിറച്ചു എന്നിട്ട് അതിൽ ഐസ് കണ്ടിടും. എന്നിട്ട് ഇതിൽ കാൽ മുക്കിയിരിക്കും. എന്നിട്ട് അരമണിക്കൂറൊക്കെ ഇരിക്കുള്ളൂ. പിന്നെ കുറച്ച് നടക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ പെരക്കാരോട് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടിരിക്കണം. എന്ത്, ഞാൻ ഇവിടെ രാത്രി പഠിച്ചായിരിക്കണമെങ്കിൽ ഞാൻ ലേറ്റ് ഇടും, ഞാൻ ഉറക്ക വായിക്കും. അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കരുത്. അത് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചിരുന്ന് റിസൾട്ട് കിട്ടൂല. റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു റൂൾസ് നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റണം. നിങ്ങൾ ഉറക്കങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പുതപ്പ് മൂടി കിടക്കേണ്ടി വരും, ലേറ്റ് ഓഫ് ആക്കൂല. ഇത് ഞാൻ പെരക്കാരോട് പറഞ്ഞിരിക്കണേ. അപ്പൊ പെരക്കാർ ഓക്കെയാണ്. റിസൾട്ട് ഉണ്ടാക്കി കാട്ടി തരികയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കാട്ടി കൊടുത്തിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരൊറ്റടും കാട്ടി കൊടുത്താൽ മതി. മോഡലിന് കാട്ടി കൊടുക്കുക അങ്ങനെ പഠിച്ചുകൊണ്ട്. അപ്പൊ പെരക്കാർക്കാൻ ഒരു ഉന്മേഷം വരും. അപ്പൊ +1 ഞാൻ ആ ആളിലിരുന്ന് രാത്രി 12 മണിക്കും 1 മണിക്കും പഠിക്കണ കറക്റ്റ് കണ്ടിട്ട് വാപ്പ ആ വർഷം തന്നെ സ്റ്റഡി ടേബിൾ കൊടുത്തു. പിറ്റത്തെ വർഷം ഞാൻ സ്റ്റഡി ടേബിൾ ഇരുന്ന് പഠിച്ചത്. നമുക്ക് ആ ടൈമിൽ നമ്മളെ കയ്യിൽ സ്റ്റഡി ടേബിൾ വാങ്ങാനുള്ള ഫണ്ട് ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ വാപ്പാക്ക് ഓട്ടോമാറ്റിക്കലി തോന്നിയത് ഇവന് പഠിച്ചാൽ സ്പേസിനെ കൊടുത്ത് പഠിച്ചെന്നല്ലേ ആ തോന്നല് വരണം. അപ്പൊ അവിടെ ഞാൻ മോട്ടിവേഷൻ ആയിട്ട് പറയണമെന്നല്ല, പക്ഷെ മാത്തമാറ്റിക്സ് അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളും ഭയങ്കര സിമ്പിൾ ആണ്. അത് നിങ്ങളോട് പറയാൻ കാരണം നിങ്ങളൊരു +1 +2 എത്തുമ്പോൾ അങ്ങനെ ആലോചിച്ചു എന്നിട്ട് തിരിഞ്ഞു നോക്കും. അപ്പൊ ഇങ്ങനെ പറയും, എന്ത് സുഖിനി അത് ഇപ്പൊ എന്താ ഗതിയുടെ. ഇനി ഡിഗ്രിക്ക് എത്തുമ്പോൾ നിങ്ങൾ +2 തിരിഞ്ഞു നോക്കുക, എന്ത് സുഖിനി. ഇത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. ഒരു 2000 അപ്പോ ഇന്നത്തെ ഡേറ്റ് ഇന്ന് നാളെ മറ്റന്നാ കെമിസ്ട്രി പഠിക്കുള്ളൂ. അതിന്റെ പിറ്റേന്ന് ഫിസിക്സ് ഇത് പഠിക്കുള്ളൂ. ഈ ചാപ്റ്റർ 3 ചാപ്റ്റർ ടാർഗറ്റ് ഉണ്ട്, ഇത് തീർക്കണച്ച്. ഞാൻ ഉറപ്പ് വെച്ചിരുന്നിട്ടാണ്. പിന്നെ ഏർലി മോർണിംഗ് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് പഠിക്കാം. ഓക്കെ, അതിൽ ലേറ്റ് നൈറ്റ് എന്താട്ടാ കണ്ട ഒഴിവാക്കുക. ലേറ്റ് നൈറ്റ് കുറച്ച് നേരത്തെ ഉറങ്ങുക, എന്നിട്ട് രാവിലെ ഒരു 3:30-4 മണിയാകുമ്പോൾ നീച്ചുക, എന്നിട്ട് പഠിക്കാതിരിക്കുക. എന്തായാലും ആ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം ഷുവർ ആയിട്ടും.
പിന്നെ മാത്സിനോന്റെ ക്ലാസ്സസ് നമ്മൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മാത്സിനെ നിങ്ങൾ കാണണമെന്നില്ല, എനിക്ക് മനസ്സിലാണെങ്കിൽ കണ്ടാൽ മതി. പക്ഷെ എന്താ പറയാ, കഴിവിന്റെ പരമാവധി മനസ്സിലാക്കി തരാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇൻഷാല്ലാ പിന്നെ തുടക്കല്ലേ ഉള്ളൂ, ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഭയങ്കര സന്തോഷാണ്. ഞാൻ വെറും ഒരു മലപ്പുറംകാരൻ തുടങ്ങിയ ഒരു സാധനത്തില് ഇപ്പൊ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് മലപ്പുറത്തല്ലാത്ത കുറെ അധികം കുട്ടികളാണെന്നുള്ളത് ഭയങ്കര സന്തോഷം. ഇൻഷാല്ലാ കുറെ അധികം എഫേർട്ട് ഇടുന്നുണ്ട്, അതിനുള്ളതൊക്കെ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടല്ല, കാലാകാലം ഫ്രീ ആയിട്ട് എന്റെ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങളും വില്ലിങ് ആവട്ടെ. ഇതേപോലെ തന്നെ പോവാൻ കഴിയട്ടെയാണ്. കുറെ അധികം ക്ലാസ്സസ് ഇപ്പൊ നമ്മൾ ഇട്ടു. ഈ 2-3 മാസമായിട്ടുള്ളൂ നമ്മൾ തുടങ്ങിയിട്ട്. 50-60 ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ഇട്ടു. ഇനി ഇടാനുണ്ട്. ഇനിയൊക്കെ സീനിയർ ക്ലാസ്സസ്. കാരണം അല്ലെങ്കിൽ ഭയങ്കര ഫെബ്രുവരിയിലൊക്കെ ഷുവർ ഷൂട്ട്, മാരത്തൺ, മറ്റേത് മറിച്ചത്, ഇവിടെ അവിടെ ക്ലാസ്സസ് കുറെ കിട്ടും. അപ്പൊ അതേ സമയത്ത് വായിക്കുന്ന സമയത്ത് എപ്പോഴും ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, മാത്സ്ഡോയിന്റെ SSLC ഗ്രൂപ്പിൽ എല്ലാ ഫാക്കൽറ്റീസും അവൈലബിൾ, എല്ലാ വിഷയത്തിന്റെയും. യു കെൻ ആസ്ക് എനി ഡൗട്ട് ഇൻ ദിസ് ഗ്രൂപ്പ് ഫോർ ഫ്രീ എനി ടൈം. എന്തും ചോദിക്കാന്നല്ല, പറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കാരണം 1000-ലേറെ മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഇതില് ഒരു പരിധിന്റെ അപ്പുറത്തേക്ക് കുട്ടികളെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും ക്ലിയർ ചെയ്ത് കൊടുക്കണതിന് പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും കഴിയുന്നില്ല എന്നുള്ള ഡൗട്ടുകൾ നമുക്ക് അതിൽ ചോദിക്കാം. പിന്നെ കുറേയധികം മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസിന്റെ ഒക്കെ മെറ്റീരിയൽസ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ ഏതായാലും ഇത്രയൊക്കെ പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ പേഴ്സണലി. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ മാത്സ്ഡോയുടെ ഹാൻഡിൽ ഉണ്ട്, അത് ത്രൂ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഷാദിൽ VP എന്നുള്ള എന്റെ പേഴ്സണൽ അക്കൗണ്ട് ത്രൂ ഇൻസ്റ്റാഗ്രാമിലൂടെ കണക്ട് ചെയ്യാം. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, ഞാൻ വാട്സ്ആപ്പ് ത്രൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു ദിവസം ഒരു ചാപ്റ്ററിന്, ഒരു ദിവസം ഒരു ടോപ്പിക്കുമ്മ ഇരുന്നിട്ട് കാര്യമില്ല. ഒരു ദിവസം 3 ചാപ്റ്റർ എങ്കിലും തീർക്കണം. ഒരു ദിവസം 3 ചാപ്റ്റർ എങ്കിലും തീർത്തിരിക്കണം ഷുവറായിട്ടും. സോ ക്യാപ്സ്യൂൾ നോട്ട്സ് ഉണ്ടാക്കുക, അത് പിൻ ചെയ്ത് വെക്കുക, ഓരോരോ ചാപ്റ്റർ മാറ്റി വെക്കുക. അങ്ങനെ ഒരു 6 ചാപ്റ്ററുള്ള വിഷയത്തിന് 4 ചാപ്റ്റർ തീരുമ്പോഴത്തേനും ബാക്കി 2 ചാപ്റ്റർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തീർത്തിരിക്കും. ഒരു വിഷയത്തിന് 2 അല്ലെങ്കിൽ 3 ദിവസം, അതിനെ കൂടുതൽ ഇനി എടുക്കാൻ പറ്റൂല, സമയമില്ല. ഇത്രയൊക്കെ പറയാനുള്ളത്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും കിട്ടട്ടെ ഫുൾ A+. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ മാത്സിനോട് ക്ലാസ്സസ് ഒക്കെ ഉണ്ട് എവിടെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ നമുക്ക് കാണാം. ഫുൾ ഫ്രീ ആണ്, നോ പേയ്മെന്റ്.